വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിതിൻ രാജ് നേരിട്ട അവിടുത്തെ അവഗണന എന്ന് പറയുന്നത് അതിലേറ്റവും പ്രഥമ ഗണനീയമായിട്ടുള്ളൊരു കാര്യം ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ്റെ വളരെ റാഷായിട്ടുള്ള, അയാളേക്ക് അധ്യാപകനെ വിളിക്കാൻ പറ്റുമോ? ഈ റാം തന്നെ ഇയാളോട് പറഞ്ഞത്, ഇവിടെ കുറേ പട്ടികൾ പഠിക്കുന്നു, അതിൽ പുഴുത്ത പട്ടിയാണ് നീ. ഈ പുഴുത്ത പട്ടി എന്ന് വിളിക്കപ്പെട്ട ഈ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ സിക്ക് റൂമിലാണ് താമസിപ്പിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രശ്നം പോലും പോലീസ് കണ്ടതായി ഭാവിക്കുന്നില്ല. അതാണ് ഈ കേസ് അട്ടിമറിക്കലിൻ്റെ ഒരു രൂപം. ഈ ബിലോങ്സ് ടു SC കാറ്റഗറി. അയാളോട് എങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം. അതിനാണ് അതാ പോലീസ് അന്വേഷിക്കേണ്ടത്. എല്ലാവരോടും അങ്ങനെ പെരുമാറിയല്ലോ എന്നുള്ളതല്ല. അപ്പോൾ ഇയാൾ വാദിച്ചത്, റാം വാദിച്ചത്, അയാൾ ST ആണെന്നാണ് വാദിച്ചത്. കർണാടകയിലെ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ് വാദിച്ചത്. ഇയാളെ ഇന്നിപ്പോൾ 19ാമത്തെ ദിവസമാണ് മരണം നടന്നിട്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല. 1:30 ബോഡി കാണുന്നു, 3 മണി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിക്കുന്നു. 6 മണിക്കാണ് ലോൺ ആപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നോയിഡയിൽ പോയി വിതിൻ 3 days അറസ്റ്റ് ചെയ്ത പോലീസിന് റാമിനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് ആരോടോ ഇത് പറയുന്നത്? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കേരള പോലീസ്. പാവപ്പെട്ടവനെ പിടിക്കാൻ വളരെ സിമ്പിളാണ്. പണമുള്ളവനെയും അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവനെയും എന്തോരം നോക്കിയാലും കിട്ടില്ലല്ലോ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ പുണ്യവാനാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. പിണറായി വിജയൻ്റെ മണ്ഡലത്തിലാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ 300 ഏക്കർ കയ്യേറിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ അറിയില്ലെന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടികളോട് പറയേണ്ട കാര്യം അത്. പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സണ്ണി M കപ്പിക്കാരനൊപ്പമാണ് ഞാനുള്ളത്. സണ്ണി സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, നിതിൻ രാജിൻ്റെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വലിയ അക്രമ സംഭവങ്ങൾ എന്ന രീതിയിലാണ് പല നവമാധ്യമങ്ങളും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളും ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നിതിൻ രാജിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ ദളിതാദിവാസി സംഘടനകൾ ഒരു ഹർത്താലിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇതുപോലെ ദാരുണമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടന്നിട്ട് അത് ഏറ്റെടുക്കാൻ കേരളത്തിലൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ലാതെ പോയി എന്നത് മലയാളി ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ്. 100%. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്താണ് ജോലി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതമോ ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിതിൻ്റെ മരണവും ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു ഹർത്താലിലേക്ക് നിർബന്ധിതമായി എത്തിച്ചേരുകയായിരുന്നു. ഹർത്താൽ നടത്താൻ കാരണം കേരളത്തിലെ ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെടേണ്ട ഒരു കാര്യമാണ്. ആ ഗവൺമെൻറ് നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഞങ്ങളുടെ ഒരു ആരോപണമല്ല, അതൊരു വസ്തുതയാണ്. അതൊന്ന് വിശദീകരിക്കും സാർ. അത് എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നമ്മുടെ കേരള പോലീസ് എന്തുകൊണ്ടാണ് അങ്ങനെ അത്തരത്തിലൊരു വിവേചനപരമായിട്ടുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നാനുള്ളൊരു കാരണം? എനിക്ക് തോന്നിയ കാര്യമല്ല, അത് ജനങ്ങളിലേക്ക് കേസ് സൂക്ഷ്മമായി ഫോളോ ചെയ്ത ഒരാളെന്ന നിലക്ക് ഞാൻ വസ്തുതാപരമായി മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമുക്കപ്പോൾ നിതിൻ രാജിന് എന്ത് സംഭവിച്ചു എന്നവിടെ തൊട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായിരിക്കും കുറച്ചും കൂടി അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നിതിൻ രാജിൻ്റെ കൊലപാതകം, അല്ലെങ്കിൽ കൊലപാതകം തന്നെ പറയാം, ആത്മഹത്യ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല, അതൊരു കൊലപാതകം തന്നെയാണ്. അതായത് മാനസികമായി ഒരു മനുഷ്യനെ സംഘർഷപ്പെടുത്തി ഇല്ലാതാക്കുന്നതിനെ അത് മാനസികമായി കൊലപാതകം ചെയ്യുക എന്ന് തന്നെ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത്തരത്തിൽ നടന്ന ഒരു ആത്മഹത്യയെ കൃത്യമായ രീതിയിൽ നവമാധ്യമങ്ങളോ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 11ഓളം മാധ്യമങ്ങളുണ്ട് നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ രീതിയിൽ. ഓൺലൈൻ മീഡിയാസ് നോക്കുകയാണെങ്കിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയാസ് നോക്കുകയാണെങ്കിൽ ഒരു 10-20 ഓൺലൈൻ മീഡിയാസും ഉണ്ട്. ഇവരൊന്നും കാര്യഗൗരവത്തോടു കൂടി അതിനെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനെ തേടിപ്പിടിച്ച് ഇത് ജനങ്ങളിലേക്ക് എത്തണം, ഇത്തരത്തിലുള്ള കാര്യമാത്രമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു നിലപാട് നമുക്കുള്ളതുകൊണ്ട് തന്നെയാണ് സാറിനെ തേടിപ്പിടിച്ച് ഞാൻ വന്നത്. അപ്പോൾ അതിൽ എന്താണ് സത്യത്തിൽ നിതിൻ രാജിന് സംഭവിച്ചത്? സാർ അറിഞ്ഞ സത്യങ്ങൾ. നിതിൻ രാജ് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥിയാണ്.
അദ്ദേഹത്തിന് ഡോക്ടറാകുക എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനും പെയിൻറ്റിങ് തൊഴിലാളി, അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളാണ്. അത്രയും ദരിദ്രമായൊരു കുടുംബത്തിൽ വീട്ടിലിരുന്ന് പഠിച്ച് മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിയ ഒരാളാണ് നിതിൻ രാജ്. ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 പ്രാവശ്യം എഴുതിയിട്ട് പരാജയപ്പെട്ടിട്ട് 3ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ച ആളാണ്. അപ്പോൾ അതൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണെന്നാണ് ഞാൻ അതിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന് സ്വാശ്രയ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. സ്വാശ്രയ കോളേജിൽ റിസർവേഷനുണ്ട്. യഥാർത്ഥത്തിൽ മെറിറ്റിൽ കിട്ടിയ ആൾക്ക് റിസർവേഷൻ്റെ അവകാശവുമുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. അപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥിക്ക്, പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട സാമ്പത്തികമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് ടൈം ബൗണ്ടായിട്ട് കൊടുക്കുന്നില്ല എന്നിടത്താണ് ഇയാളുടെ പ്രശ്നം ആരംഭിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, നമുക്കറിയാം കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ പണം കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ മേടിക്കുന്ന ഒരു സ്ഥലമാണ്. NRIസിന് 25%. അപ്പോൾ വലിയ ഭീമമായ എമൗണ്ട് കൊടുത്തിട്ടാണ് മക്കളെ ഡോക്ടറാക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ ഈ വലിയ പണക്കാരുടെ മക്കൾ, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അച്ഛനമ്മമാരുള്ളവരുടെ മക്കളും ഈ കൂലിപ്പണിക്ക് പോകുന്ന മക്കളും ഒക്കെ ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെ അധ്യാപകർ സ്വാഭാവികമായും ഇത്തരം കുട്ടികളെ, അതായത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ദരിദ്രരായ കുട്ടികൾ, ഇവരോടൊക്കെ സ്വാഭാവികമെന്നോണമുള്ളൊരു വിവേചനം എല്ലാ കലാലയങ്ങളിലും നിൽക്കുന്നുണ്ട്. 2, നിതിൻ രാജ് നേരിട്ട് അവിടുത്തെ അവഗണന എന്ന് പറയുന്നത്, അതിലേറ്റവും പ്രഥമ ഗണനീയമായിട്ടുള്ളൊരു കാര്യം ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ്റെ വളരെ റാഷായിട്ടുള്ള, അയാളെയൊക്കെ അധ്യാപകൻ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നാണ് പുറത്തു വന്ന വാർത്ത. അപ്പോൾ അയാൾ ഈ പറയുന്ന ഉന്നത കുലജാതൻ എന്ന് അവകാശപ്പെടുന്ന ആളാണ്. അതെ, അയാൾ പിന്നോക്കക്കാരനാണെന്നേ. അതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ കുട്ടി വളരെ കൃത്യമായ ചില വിവേചനം, കോൺക്രീറ്റായ ചില വിവേചനങ്ങൾ അനുഭവിച്ചിരുന്നു. എന്താണ് സാർ അത്? അതിലൊന്ന്, ഈ റാം തന്നെ ഇയാളോട് പറഞ്ഞത്, ഇവിടെ കുറേ പട്ടികൾ പഠിക്കുന്നുണ്ട്, അതിൽ പുഴുത്ത പട്ടിയാണ് നീ എന്ന് അദ്ദേഹത്തോട് പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ കേൾക്കുന്നു. മാധ്യമത്തിലൂടെ കണ്ടിരുന്നത്. പുള്ളി ഈ പുഴുത്ത പട്ടി എന്ന് വിളിക്കപ്പെട്ട ഈ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ സിക്ക് റൂമിലാണ് താമസിപ്പിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ജനറൽ ഹോസ്റ്റലിൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ അവിടെ പാർപ്പിക്കാതെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ താമസിക്കുന്ന ഗുഡ്സ് മുറിയിൽ ഈ കുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദേ ആർ പ്രാക്ടീസിങ് അൺടച്ചബിലിറ്റി ഇൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. തൊട്ടുകൂടാ, അതാണ് ക്രൈം. ആ ക്രൈം, അല്ലെങ്കിൽ അയാളെ മാത്രം എന്തിനു മാറ്റി നിർത്തുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ അത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പോലീസ് കണ്ടെത്തിയൊരു മാർഗം, റാം എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നതാണോ, എല്ലാ കുട്ടികളോടും ബോഡി ഷേമിങ് നടത്തുക, പെൺകുട്ടികളോട് മോശമായി പെരുമാറുക, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുക, ഇങ്ങനെ കുറേ മോശപ്പെട്ട പണികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ ജനറലി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു കാസ്റ്റീസ്റ്റ് സംഭവമല്ല. അതായത് നിസ്സാരവൽക്കരിക്കുകയാണ്, ജനറലൈസ് ചെയ്ത് ഇത് കാസ്റ്റീസ്റ്റ് അല്ലാന്ന് സ്ഥാപിച്ചിരിക്കുന്ന പണിയിലാണ് പോലീസ് ഏർപ്പെട്ടത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ആയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഹോസ്റ്റലിൽ സൗകര്യമുണ്ടായിരിക്കെ ഒരു SC കുട്ടിയെ എന്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് ചോദ്യം. ബിഗ് ക്വസ്റ്റ്യൻ. ഇതിന് സമാധാനം പറയാൻ വാർഡനും ഹോസ്റ്റലിലെ ചുമതലയുള്ള അധ്യാപകനും ഉത്തരവാദിത്തമുണ്ട്. 100%. പ്രഥമ ദൃഷ്ടിയ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ആയിരിക്കെ ഈ പ്രശ്നം പോലും പോലീസ് കണ്ടതായി ഭാവിക്കുന്നില്ല. അതാണ് ഈ കേസ് അട്ടിമറിക്കലിൻ്റെ ഒരു രൂപം. രണ്ടാമത്തെ കാര്യം, ഇത് ജനറലൈസ് ചെയ്യുന്നു, എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. പ്രശ്നം അതല്ല, മരിച്ചതൊരു കുട്ടിയാണ്. ഹി ബിലോങ്സ് ടു SC കാറ്റഗറി. അയാളോട് എങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം. അതിനാണ് അതാ പോലീസ് അന്വേഷിക്കേണ്ടത്. എല്ലാവരോടും അങ്ങനെ പെരുമാറിയല്ലോ എന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഇന്നൊരു ക്രൈം ചെയ്തു, എനിക്ക് ഐ ആം എബവ് 60,
ഞാൻ ഇന്ന് വരെ അത്ര ക്രൈം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്ന് പറയുന്ന ബോധോത്തരം കേസിന് അധിഷ്ഠിതമായിട്ട് അതാണ് അന്വേഷിക്കേണ്ടത്. വിഷയാധിഷ്ഠിതമായ അല്ലെങ്കിൽ കേസിന് അധിഷ്ഠിതമായ കേസാണ് അന്വേഷിക്കേണ്ടത്. ഇയാളോട് എങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം, അതല്ലാതെ മറ്റുള്ള കുട്ടികളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് ബാധകമല്ല. അതിന് പരാതി ഉണ്ട്, വേറെ അന്വേഷിക്കും. അപ്പോൾ പക്ഷെ പോലീസ് കോടതിയിൽ കൊടുക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ പെരുമാറി എന്നുള്ള വിദ്യാർത്ഥികളുടെ കമന്റുകളാണ് കോടതി. ഇതൊരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ല എന്ന് സ്ഥാപിച്ചതിലൂടെ SC/ST അട്രോസിറ്റി നിലനിൽക്കില്ല എന്ന് തലശ്ശേരി കോടതി കണ്ടെത്തി. അങ്ങനെയാണ് സംഗീത വാര്യർക്ക് ജാമ്യം കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇയാള് വാദിച്ചത്, റാം വാദിച്ചത് അയാൾ ST ആണെന്നാണ് വാദിച്ചത്, കർണാടകയിലെ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെന്നാണ് വാദിച്ചത്. പക്ഷെ അയാളുടെ കാസ്റ്റ് OBC ആണ്. അപ്പൊ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിരുദ്ധനാണ് അയാൾ. ഇയാളെ ഇന്നിപ്പോ 19ാമത്തെ ദിവസമാണ് മരണം നടന്നിട്ട്, ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും അദ്ദേഹം എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടുണ്ട്, നാളെ എടുക്കും. നാളെ അദ്ദേഹത്തിന്റെ കേസെടുക്കും. അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. കോടതിയിലെ ഏറ്റവും പ്രമുഖനായൊരു വക്കീലാണ് അദ്ദേഹത്തിന് വേണ്ടി. ആരായിരുന്നു ആ പേര് ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പോലീസ് ഈ കാര്യം യഥാർത്ഥത്തിൽ പോലീസ് കണ്ടെത്തിയൊരു കാര്യം, ഇയാളുടെ മരണത്തിന്റെ കാരണം ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തതാണ് എന്നാണ്. അത് സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജെന്യുവിനായ ഒരു അന്വേഷണം നടന്നില്ല. ഒരു കുറ്റകൃത്യം ഞാൻ പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു മർഡർ നടന്നാൽ വിതിൻ 30 മിനിറ്റ്സ് 30 മിനിറ്റിനകം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മേധാവിക്കുണ്ട്. പ്രിൻസിപ്പൾ അത് ചെയ്യണം അതിൻ്റെ അർത്ഥം. എന്നാൽ 1:30 ബോഡി കാണുന്നു, 3 മണി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിക്കുന്നു. 6 മണിക്കാണ് 6 മണിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ മരിക്കുമെന്നതാണ് ഉറപ്പായ വിധം ഡാമേജിലാണ്. 6 മണിക്കാണ് ഈ വിവരം അറിയിക്കുന്നത്. അത് തന്നെ കുറ്റകൃത്യം മറച്ചു വെക്കുന്നൊരു കാര്യമാണ്. കേസ് സമഗ്രമായാണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പളെ അറസ്റ്റ് ചെയ്യണം ആണ് അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ ഏത് രൂപത്തിൽ നോക്കിയാലും കേസിൽ സമഗ്രമായൊരു അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പരിശ്രമിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റാമിനെയും സംഗീതയെയും പ്രതികളാക്കിക്കൊണ്ട് കേസങ്ങ് രജിസ്റ്റർ ചെയ്തു. റാം ഈസ് എ കൾപ്രിറ്റ്, ഷീ ഓൾസോ കൾപ്രിറ്റ്. ഇവരെല്ലാവരും കൂടിയാണ് ഇത് ചെയ്തെടുത്തത്. ഇവർ 2 പേർ മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നിരവധി പ്രതികളുണ്ട് ഈ കേസുമായി. വേറെയുമുണ്ട്. ലോൺ ആപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നോയിഡയിൽ പോയി വിതിൻ 3 ഡേയ്സ് അറസ്റ്റ് ചെയ്ത പോലീസിന് റാമിനെ കണ്ടെത്താൻ പറ്റുന്നത് ആരോടോ ഇത് പറയുന്നത്? വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? അതായത് നോയിഡ വരെ പോയി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ പൊക്കാനുള്ള ശേഷി കേരള പോലീസിനില്ലെന്ന് പറയുന്നത്. കേരള പോലീസിനുണ്ട്, അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ. ഇയാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കേരള പോലീസ്. പാവപ്പെട്ടവനെ പിടിക്കാൻ വളരെ സിമ്പിളാണ്. പണമുള്ളവനെയും അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവനെയും എന്തോരം നോക്കിയാലും കിട്ടില്ല. അത് കിട്ടില്ല. അതെന്തായാലും അവർക്ക് കണ്ണ് വല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് അവർ നടക്കുന്നത്. അല്ലാത്തപ്പം നല്ല കണ്ണടയാണ്, അല്ലാത്തപ്പം കണ്ണില്ലേ അവർക്ക്. അത് വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആണത്, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പോക്കേ. അതെ. അപ്പോൾ ഈ നിലക്ക് അവർ കൊടുത്ത തെളിവുകൾ വെച്ച് നോക്കിയപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് നിൽക്കില്ല എന്ന തെറ്റായൊരു നിഗമനത്തിൽ കോടതി എത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഗീത വാര്യർക്ക് ഈ കണ്ടീഷണൽ ബെയിൽ അനുവദിക്കിയത്. ഓക്കെ, റാമിൻ്റെ ബെയിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അദ്ദേഹം ഒരു പക്ഷേ ബെയിൽ വാങ്ങിയേക്കാം. കാരണം പോലീസ് കൗണ്ടർ എവിഡൻസ് അല്ല കൊടുക്കുന്നത്. ഇയാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൗണ്ടർ എവിഡൻസ് അല്ല പോലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറിച്ച് ഇയാൾ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നു. ഇത്തരം ചില കാര്യങ്ങളാണ് പോലീസ് കൊടുക്കുന്നത്. അതായത് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ പുണ്യവാനാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഇയാളും ജനറലി ഇങ്ങനെയാണ്. ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയൊരു കാര്യം. അല്ല, ജനറലി ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇച്ചിരി വലിയ ശിക്ഷ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എല്ലാവരോടും ഇങ്ങനെ കാണിക്കുന്ന ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഈ അധ്യാപനം തുടരുക? ഇനി
അല്ല അവർ തുടരെ എന്തൊരു ധാർമ്മികതയാണ് അദ്ദേഹത്തിനുള്ളത്? ഞാൻ പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ ആ ധാർമ്മികത നഷ്ടപ്പെട്ടു. അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ഞാൻ പറയുന്നൊരു പോയിന്റ്, ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആസൂത്രിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് അവിടെ നടന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം താങ്കളുടെ പേരിലൊരു കേസുണ്ടെങ്കിൽ ആ കേസ് അന്വേഷിക്കേണ്ടത്. അതെ, അല്ലാതെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ബാധകമായ കാര്യം എന്താണ് സംഭവിച്ചെന്നുള്ള പ്രസന്റ് കേസാണ് അന്വേഷിക്കേണ്ടത്. ആ കേസ് അന്വേഷിച്ച് അതിൻ്റെ പ്രതികളെ കണ്ടെത്തി പ്രൊവിഷൻ ഇട്ട് അതിൻ്റെ വകുപ്പുകൾ ചുമത്തി ഈ സമഗ്രമായ ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കേണ്ടതിന് പകരം വളരെ വലിയ ഒളിച്ചുകളിയാണ് നടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കേരളം 10 വർഷം ഭരിച്ചിപ്പോൾ തീരാറായിട്ടുള്ള പിണറായി വിജയൻ്റെ മണ്ഡലത്തിലാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം. അതെല്ലാം അവിടെ 300 ഏക്കർ കയ്യേറിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ അറിയില്ലെന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടികളോട് പറയേണ്ട കാര്യം അത്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവും പിണറായി വിജയൻ അറിയാമെന്ന്. ഇത് ആദ്യമായിട്ടാണെന്നല്ലേ സാർ അടുത്ത് പറയുന്നത്? അപ്പോൾ ഇത് അവർ ഒഴിപ്പിക്കണമെന്ന്, സർക്കാർ ഭൂമിയാണ് അവർ ഒഴിപ്പിക്കണമെന്ന് കോടതി വിധിയുണ്ടായിട്ട് നടപ്പിലാക്കാത്തതാണ് കേരള സർക്കാർ. അപ്പോൾ ഇതിൻ്റെ വേരുകൾ പല സ്ഥലത്തേക്ക് പടർന്നു കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടുകൂടിയാണ് ഈ കേസ് അന്വേഷിക്കപ്പെടാതെ പോകുന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ അട്ടിമറി ഇങ്ങനെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ എതിർക്കേണ്ട കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം എന്തൊക്കെയോ അവർ പറയുന്നു എന്നുള്ളതല്ല, ശരിയാ, അവരത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ശരിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ജനത എന്ന നിലക്ക്, ദീർഘകാലമായി അവഗണന നേരിടുന്ന ഒരു ജനത എന്ന നിലക്ക്, ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഞങ്ങൾ, കേരളത്തിൽ മറ്റാർക്ക് അവകാശമുള്ളതുപോലെ അവകാശമുള്ള ഒരാളാണ് ഈ മരിച്ച നിതിനെന്നും ജീവിച്ചിരിക്കുന്ന ഞാനെന്നും ഒക്കെ നല്ല ബോധ്യമുള്ള മനുഷ്യരാണ്, ആ സമുദായത്തിലെ മനുഷ്യരാണ് ഈ ഹർത്താൽ കോൾ ചെയ്തത്. നമ്മളോട് സഹകരിക്കുന്ന ദളിത് സംഘടനകളാണ്, ആദിവാസി സംഘടനകളാണ്. അതെ, അവരെ കൂട്ടിയോജിപ്പിച്ച് നമ്മൾ കേരളത്തിൽ ഒരു ഹർത്താൽ നടത്തി. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നിതിൻ്റെ കേസ് ഗവൺമെൻറ് ശരിയായി അന്വേഷിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടതാണ്. ഇതിൽ തീരുമാനമെടുക്കേണ്ടതാരാ? ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് കേരളം അറിയുന്ന ഒരു സമരം കോൾ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുക. തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതെ, ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഗവൺമെൻറ് എടുക്കുന്ന ചില പ്രിക്കോഷൻസ് ഉണ്ട്. ഗവൺമെൻറ് പരീക്ഷകൾ മാറ്റിവെക്കുക, അവശ്യ സർവീസുകൾക്ക്, അതിന് ഞങ്ങളും എല്ലാ ഹർത്താലും പോലെ എക്സംഷൻ നമ്മൾ കൊടുത്തിരുന്നു, അത് കൊടുക്കുക. മെഡിക്കൽ കോളേജിലേക്ക് കോൺവേ ആയിട്ട് പോലീസ് അകമ്പടിയോട് ഈ ബസ്സുകൾ വിടുക. ഒരു കാര്യവും ഈ സർക്കാർ ചെയ്തിട്ടില്ല. ഞങ്ങൾ 7 ദിവസം മുമ്പ് DGPക്ക് കത്ത് കൊടുത്തവരാണ്. DGP ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് അത് ചെയ്യാൻ ഗവൺമെൻറ്റിനോട് പറയണമായിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി ഞങ്ങൾക്കെതിരെ കേസെടുത്തപ്പോഴും പോലീസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ഹർത്താലിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വളരെ ചെറിയ 1-2 ഇൻസിഡൻ്റ് ഒഴികെ കേരളത്തിൽ വളരെ സമാധാനപൂർവമായി ഇത് നടന്നു. അതിൻ്റെ കാരണം പൊതുജനങ്ങൾ എന്ന് വിളിക്കുന്ന വ്യാപാരികൾ, വ്യവസായികൾ, ബസ് ഉടമകൾ, റെസ്റ്റോറൻ്റ് ഉടമകൾ, അങ്ങനെ തുടങ്ങി പല സമൂഹത്തിലെ പല വിഭാഗത്തിൽപ്പെട്ടവർ ഈ കോസിനോട് ഐക്യപ്പെട്ട എല്ലാ സ്ഥലത്തും സമാധാനപരമായിട്ടാണ്. അല്ല, അതാണ് പ്രധാനമായിട്ടും ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതി പറഞ്ഞിരുന്ന കടകൾ തുറന്നോളൂ എന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തത്. എൻ്റെ അച്ഛനൊക്കെ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ കട തുറന്നിട്ടില്ല. കാരണം നമ്മൾ ആ കോഴ്സ് നല്ലതിന് വേണ്ടിയാണ് എന്ന്, അതായത് അടിച്ചമർത്തപ്പെടുന്നവനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് നീതി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് കേട്ടോ ഞാൻ അതിന് പൂർണ്ണം. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിച്ചത്
ഇതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരുന്നു. ആ ഉദ്ദേശശുദ്ധിയോടെ ഐക്യപ്പെട്ടാണ് ഞങ്ങളൊക്കെ കടയടച്ചിട്ടത്. കാരണം എത്രയോ അനാവശ്യ കാര്യങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സമരം വെക്കുന്നു, കടകൾ വന്ന് തല്ലി തകർക്കുന്നു, അടിച്ച് പൊളിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് നിതിൻ രാജിൻ്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ കടയടച്ചിട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഞാൻ. വളരെ വളരെ സന്തോഷത്തോടെ അത് പറയുന്നത്. കാരണം അത് തന്നെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ. അല്ലാതെ ഇന്നലെ തെളിഞ്ഞൊരു കാര്യം ഞാൻ അങ്ങനെയായി അല്ല, പക്ഷേ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകൾ തുറന്നിടാൻ പറഞ്ഞതിലൂടെ എനിക്ക് വിയോജിപ്പുണ്ടെന്നാണ് ഞാൻ നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാം. അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇത് പറയും ഞങ്ങൾ, അതായത് കേരളത്തിലെ ദളിതർ ഇതിനു മുമ്പും ഒരു ഹർത്താൽ നടത്തി മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടു. പിന്നെ SC/ST അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തപ്പോഴും അത് ദുർബലപ്പെടുത്തിയപ്പോഴും ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ രണ്ട് സന്ദർഭങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ വണ്ടി ഓടിക്കും, ഞങ്ങൾ കട തുറക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇവർക്ക് വേണേൽ കട തുറക്കാം, ഞാൻ ആ കാര്യത്തെ എതിർക്കുന്നില്ല. അതിൻ്റെ അകത്ത് എന്താ പറയുക, പക്ഷെ അവർ ഞങ്ങൾ കട തുറക്കുമെന്ന് പറയുന്നതിൽ ഒരു വെല്ലുവിളിയുണ്ട്. വെല്ലുവിളി മാത്രമല്ല, അത് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു അവനാണല്ലോ വെല്ലുവിളിക്കുന്നത്. അതാണ് മൈൻഡ് സെറ്റ്. അത് മാത്രമല്ല, നിങ്ങളൊക്കെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ വണ്ടി ഓടിക്കുമെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തി, ഏതെങ്കിലും ഹർത്താൽ, ഈ പൊതുമുതൽ നശിപ്പിക്കാത്ത ഒരു ഹർത്താൽ പോലും കേരളത്തിൽ കടന്നുപോയിട്ടില്ല. 100%. പക്ഷേ ഞങ്ങൾ ഇന്നലെ നടത്തിയ ഹർത്താലിൽ പൊതുമുതൽ ഒന്നും നശിപ്പിക്കപ്പെട്ടില്ലെന്ന് കാണണം. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത്രയും സമാധാനപരമായി നടന്ന ഹർത്താൽ വളരെ ഭീകരപ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാം. അല്ല, പക്ഷേ സാർ ഇത് പറയുമ്പോഴും ഞാനൊരു മാധ്യമപ്രവർത്തനത്തിൽ എനിക്കത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരുന്നു. ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിരുന്നാൽ പോലും ചിലർ ഈ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ക്യാൻസർ ബാധിതനെ മർദ്ദിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മർദ്ദിച്ചു എന്നൊക്കെ രീതിയിലുള്ള വാർത്ത വലിയ രീതിയിൽ പരക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സാറിനെ പോലുള്ളവരൊക്കെ ഒന്ന് ഇനിയെങ്കിലും നല്ല കോസിന് വേണ്ടി എന്ത് ഹർത്താലും ഒരു സമരമാർഗം തന്നെയാണ്. ഈ ഹർത്താൽ വിരുദ്ധരുണ്ട് കുറച്ച് പേര്. ഈ ഹർത്താൽ അതെന്തിനാ വേണം, ചില കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സ്തംഭിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവണം, വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്തംഭനം ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിന് സംഭവിക്കുന്ന സമയത്ത് അതിനെ കയ്യൂക്കിൻ്റെ ബലത്തിൽ നീയൊന്നും പോവണ്ട, നീയൊന്നും വഴി നടക്കണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ, ഇല്ലാത്തവർ മാറി നിൽക്കട്ടെ എന്ന് വേണമെങ്കിലൊന്ന് ചിന്തിക്കാൻ പറ്റും. സാറിനെ പോലുള്ളവരൊക്കെ ഒന്ന് അതിനുവേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടീഷനിലേക്ക് പോകരുത്, പറഞ്ഞു മനസ്സിലാക്കി മാറ്റുക. അതിനകത്തുള്ളൊരു കാര്യം, താങ്കൾ ഈ പറഞ്ഞ എല്ലാ ഇൻസിഡൻറ്റും നേരിട്ട് അന്വേഷിച്ച ഒരാളാണ്. അപ്പോൾ ഈ ചെയർമാനാണ് ഹർത്താൽ കമ്മിറ്റിയുടെ കൺവീനർ. അതെ. അപ്പോൾ ഈ ക്യാൻസർ രോഗിയെ മർദ്ദിച്ചു എന്നത് തെറ്റായ പ്രസ്താവന. അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. ക്യാൻസർ രോഗിയെ ആണെന്ന് അറിയുന്നതിന് മുൻപ് ഇവർക്ക് പത്തനംതിട്ടയ്ക്ക് പോകണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹർത്താൽ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇങ്ങനെ നിൽക്കുവാണല്ലോ. ആ കൂട്ടത്തിൽ നിന്ന് ആരോ പറയുന്നു നിങ്ങളങ്ങനെ പോകണ്ട, വണ്ടിയൊക്കെ ഇവിടെ തടഞ്ഞിട്ടേക്കുവാണെന്ന് പറയുന്നു. ഇതിന് ശേഷം മീഡിയ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ പോയിക്കൂടെ എന്ന കാര്യം അവർക്കത് ചോദിക്കേണ്ട കാര്യമില്ല, സമരക്കാർക്കത് ചോദിക്കേണ്ട കാര്യമില്ല. അവർ പറയേണ്ടത് നിങ്ങൾ ക്യാൻസർ രോഗിയാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഏർപ്പാടാക്കി തരാം. ഈ സംഭവം ഉണ്ടായ തിരുവല്ലയിൽ തന്നെ 3 കൂട്ടരെ സമരസമിതിയുടെ വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിച്ചവരാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അതൊന്നും വാർത്തയാവുന്നില്ല. അപ്പൊ ഈ ഒരു വാർത്ത നെഗറ്റീവ് വേഗം സ്പ്രെഡ് ആവും. അങ്ങനെയാണല്ലോ നമ്മുടെ ലോകം, അതാണ്. അപ്പൊ ഇതിനെ ഒരു സ്റ്റോറിയായി ബിൽഡപ്പ് ചെയ്ത് അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഗുരുതരമായ സംഗതി ഉണ്ടായി എന്നത്. പിന്നെ കുട്ടികൾ പരീക്ഷ എഴുതിയില്ല. ഇന്നലെ മനോരമ ചാനൽ പറഞ്ഞ 100 കുട്ടികൾ പരീക്ഷ എഴുതി, തെറ്റായിരുന്നത്. 23 കുട്ടികളെ പരീക്ഷ എഴുതാണല്ലോ. 300 കുട്ടികളുണ്ടായിട്ട് ബാക്കി 270 കുട്ടികളും പരീക്ഷ എഴുതിയിരിക്കെ 23 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല. അപ്പം കണിയാപുരത്ത് ബ്ലോക്ക് ചെയ്തു.
ആറ്റിങ്ങലാണ് പരീക്ഷ നടക്കുന്നത്. 6 മണി മുതൽ 6 മണി വരെ ഹർത്താലാണെന്ന് അറിയാമല്ലോ. അതെ അതെ. സ്വാഭാവികം തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ കുറച്ച് നേരത്തെ ഇറങ്ങി അല്ലെങ്കിൽ എത്താവുന്ന കാര്യമുള്ളൂ. ഇവർ ഹർത്താൽ അവർ പക്ഷെ അറിഞ്ഞു കാണത്തില്ല, അങ്ങനെയും ജീവിക്കുന്ന അങ്ങനെയും ജീവിക്കുന്നത്. ഇവർ വന്നു, അപ്പോൾ അവിടെ വണ്ടിയെല്ലാം തടഞ്ഞിട്ട് വെക്കുക, ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്തത് തീർച്ചയായിട്ടും അതൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടേതും നല്ലൊരു കോഴ്സ് അല്ല, നമ്മളും നല്ലൊരു കോഴ്സിന് വേണ്ടിയാണ് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരീക്ഷ എഴുതി ജയിച്ച് കോളേജിൽ ചേർന്നിട്ട് ചാടിച്ചാകേണ്ടി വന്ന ഒരുത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇവരിലാരും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ പരീക്ഷ എഴുതാനായിട്ട് കുട്ടികളുമായി വണ്ടിയിൽ വന്ന കാറിൽ വന്ന മാതാപിതാക്കളോ ആ വണ്ടിയുടെ ഡ്രൈവർമാരോ അല്ലെ കുട്ടികളോ പോലീസിനോടോ സമരക്കാരോടോ ഞങ്ങൾ പരീക്ഷ എഴുതാൻ വന്നവരാണ്, ഞങ്ങളെ കടത്തി വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ സമരക്കാർ ഒരിക്കലും ഒരു തടയില്ലായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവരവിടെ കിടപ്പുണ്ടെന്ന് ഇവരറിയുന്നില്ലെന്ന്, ഇവർ ഫ്രണ്ടിൽ നിൽക്കുമല്ലേ, ഇതിങ്ങനെ നീളത്തിൽ കിടക്കുവാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്തു മാറ്റുന്നത്. ഇനി അഥവാ കുട്ടികളോടെ കിടക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞാൽ അന്നേരം തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റണമെങ്കിലോ ബലം പ്രയോഗിച്ച് മാറ്റുമല്ലോ. അവരറിഞ്ഞില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ നടത്തിയൊരു ഹർത്താലിൽ ഒരു സ്ത്രീ കോട്ടയത്ത് വഴിയിൽ പ്രസവിച്ചിട്ടുണ്ട്. വഴിയിൽ ഞാൻ ഇതുമായിട്ട് ബാലൻസ് ചെയ്യുകയല്ലേ. ഹർത്താലിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ചെറിയ ഇൻസിഡൻറ്റ് മാത്രം ഉണ്ടായൊരു ഹർത്താലാണ്. ഒരാളെയും മർദ്ദിച്ചിട്ടില്ല. മർദ്ദിച്ചു എന്ന് പറയുന്നത് വ്യാജ്യമായ കഥയാണ്. എന്നൊരു കേസില്ല ഇവിടെ. പബ്ലിക് പ്രോപ്പർട്ടി, ഒരു ബസ്സിന് നേരെ കല്ലെറി, ഒരു ബസ്സിന് നേരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഹർത്താൽ ശാന്തമായ ഹർത്താലല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും നമ്മൾ വാർത്തകൾ കാണുന്ന കുറച്ചുപേരെ മർദ്ദിക്കുന്ന കൃത്യമായിട്ടുള്ള ബൈറ്റ്സുകൾ, വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടി അതായത് ഒരു എന്താ പറയുക, നല്ലൊരു കാര്യത്തിൽ ചെറിയൊരു പുഴുക്കുത്ത് മതി. അതിന് മോശം കുറേ പേര് പറയും, അത് ഇല്ലാതാക്കാമായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ഹർത്താൽ അനുകൂലിക്കുന്നതാണ്, നമ്മൾ എതിർക്കുന്ന ആളല്ല. നല്ലൊരു കോഴ്സിന് വേണ്ടി ചെയ്ത ഞാൻ പറയുന്നൊരു കാര്യം, മാറ്റി നിർത്തണം. അതാണ് നമ്മുടെ ഇത്രയും പ്രധാനപ്പെട്ട കോഴ്സിന് വേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറയുന്നൊരു കാര്യം, ഇത്രയും പ്രധാനപ്പെട്ട കോഴ്സാണെന്ന് കേരളത്തിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുത്തില്ല? ഇത് കള്ളത്തരമുണ്ട് അതിനകത്ത്. ഞാനതാ പറയുന്നത്, ഇതിനകത്തൊരു കള്ളത്തരമുണ്ട്. ആ കള്ളത്തരം ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അത്രേ ഞാൻ പറയുന്നത്. അതിനി അനുവദിച്ചു പ്രതികരിക്കും. അപ്പം ഞങ്ങൾ തടഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ പിന്തുണയുണ്ടായിരുന്നു. തടഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു എന്നൊന്നും പറയണ്ട, അവരാരും പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ 18 ദിവസം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം. അതുകൊണ്ടാണ് 18 ദിവസം ഞങ്ങൾക്ക് ഹർത്താൽ നടത്തേണ്ടി വന്നത്. ഞങ്ങളുടെ 100 കണക്കിന് പ്രവർത്തകർക്ക് മേലാണ് കേസ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 3-4 പേര് അറസ്റ്റ് ചെയ്തു തോന്നുന്നല്ലേ? 100 കണക്കിന് പേര് ഓരോ ജില്ലയിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരാൾക്ക് നോൺ ബെയിലബിൾ ഇത് പ്രകാരം അയാൾ അകത്തുപോയി. അപ്പൊ അതൊക്കെ ഈ ആൾക്കാരോട് തട്ടിക്കയറി എന്ന് പറഞ്ഞിട്ടാ, വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞിട്ടാ, അടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല. അപ്പൊ അത് ഞാൻ പറയുന്നത്, ഞാൻ ഹർത്താൽ യഥാർത്ഥത്തിൽ വളരെ സമാധാനപരമായി നടന്നൊരു ഹർത്താൽ അല്ല. മറ്റ് ഹർത്താലുകളെ വെച്ച് നോക്കുമ്പോൾ സമാധാനപരമായിരുന്നു. നമ്മളങ്ങനെ റീഡ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ബേസിക് ആയിട്ട്, ഈ ദളിതരും ആദിവാസികളൊക്കെ ഹർത്താൽ നടത്തുക എന്ന് പറഞ്ഞാൽ കേരളം അങ്ങനെ അംഗീകരിച്ച് തരത്തില്ല. അത് കേരളത്തിൽ അങ്ങനെ മനസ്സുണ്ട്, അത് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ജനറലൈസ് ചെയ്യേണ്ട, എല്ലാവരും കുറച്ച് വിഭാഗമുണ്ട്, ശരി തന്നെയാണ്. ബാക്കിയെല്ലാം ബാക്കിയുള്ളവർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ദളിതർ ചെയ്യാൻ പാടില്ല, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു കാസ്റ്റിസ്റ്റായ മനോഭാവമാണ്. അത് വ്യക്തികളുടെ പ്രശ്നമല്ലത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു മനോഭാവമാണ് ആ സംഗതി. അത് ഇതിനകത്തും പ്രതിഫലിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹർത്താൽ നടത്തുന്നത് കാസ്റ്റ് പ്രവർത്തിക്കുന്ന ഞാൻ പറയുന്നൊരു കാര്യം. ഞങ്ങൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ജാതിയാന്ന് പറയും, ഞങ്ങൾ കൂട്ടം കൂടിയാൽ അത് ജാതിയാന്ന് പറയും, ഞങ്ങൾ ഹർത്താൽ നടത്തിയാൽ അത് ജാതിയാന്ന് പറയും, വിവരമില്ലാത്തവർ നടത്തുന്നതാണെന്ന് പറയുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ജനറലൈസ് ചെയ്തെടുക്കരുത്. നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള മനുഷ്യരുള്ളൊരു കമ്മ്യൂണിറ്റിയാണിത്, ദളിതരും ആദിവാസികളും. അപ്പം അല്ലാതെ 50 കൊല്ലത്തിന് മുമ്പുള്ളവരുടെ ഭാവനയെ ജീവിക്കുന്നവരല്ല. അതെ. കാര്യം. ഓക്കെ. അതെ.